പുതിയുഗ കേരളത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ അവലോകനം ചെയ്തു. 50 വകുപ്പുകളിലായി 602 പദ്ധതികളാണ് ജില്ലയിൽ നടപ്പാക്കുന്നത്. തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്നതിനായി 479 ഉപജീവന പദ്ധതികളും പശ്ചാത്തല വികസനത്തിനായി 123 പദ്ധതികളുമാണ് പുരോഗമിക്കുന്നത്. കൃഷി, സഹകരണം, ജലവിഭവം, ഊർജ്ജം, വ്യവസായം, ഗതാഗതം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തന പുരോഗതിയും യോഗം വിലയിരുത്തി. 4600 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ 3700 അപേക്ഷകൾ ഇതിനകം തീർപ്പാക്കി. വിതരണം ചെയ്യേണ്ട 2057 പട്ടയങ്ങളിൽ 1057 എണ്ണം നൽകി. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട 4700 പരാതികളിൽ 300 എണ്ണവും ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച 250 പരാതികളിൽ 59 എണ്ണവും തീർപ്പാക്കിയിട്ടുണ്ട്. 100-ദിന പദ്ധതിയുടെ ഭാഗമായി 4 വില്ലേജുകളെ സ്മാർട്ട് വില്ലേജുകളാക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ 7 സ്മാർട്ട് വില്ലേജുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും 6 സ്മാർട്ട് വില്ലേജുകളുടെ ഉദ്ഘാടനം 100-ദിന കാലയളവിൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. MLA-മാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകളും വാഹനങ്ങളും വാങ്ങുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വനത്തിനകത്തെ സ്വകാര്യ ഭൂമിയിൽ താമസിക്കുന്നവരുടെ പുനരധിവാസ പദ്ധതിയിലെ സാമ്പത്തിക സഹായത്തിന്റെ 2ഉം 3ഉം ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യാനും നിർദ്ദേശിച്ചു. എടവണ്ണ ഹാച്ചറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മൃഗസംരക്ഷണ വകുപ്പിനും നിർദ്ദേശം നൽകി. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി കൃഷി, ടൂറിസം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, റവന്യൂ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഫയലുകളിലെ വിവരങ്ങൾ മാത്രം ആശ്രയിക്കാതെ ഉദ്യോഗസ്ഥർ ഫീൽഡ് സന്ദർശനം നടത്തി യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന് നിശ്ചയിച്ച പദ്ധതികളിൽ 70% പൂർത്തിയാക്കിയതിന് അദ്ദേഹം വകുപ്പിനെ അഭിനന്ദിച്ചു. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ജില്ലാ ആസ്ഥാനത്ത് വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ADM സാദിഖ് P.O., തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ തുടങ്ങിയവരും വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.